സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി നോക്കുകയാണ്. അടുത്ത 14th ക്വസ്റ്റ്യൻസ് ഫ്രം 14 to 23 ക്യാരീസ് 3 സ്കോഴ്സാണ്. എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക്. 10 into 3 30 മാർക്സാണ് ഈ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ 10 ചോദ്യങ്ങൾ അതിലുണ്ടാവും. 10 എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയുന്നതൊക്കെ എഴുതുക എന്നുള്ളതാണ് ഇതിൽ. വാട്ട് ആർ ദ ബേസിക് എക്കണോമിക്സ് പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി? ഒരു സമ്പദ് വ്യവസ്ഥയുടെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചു. എന്താണത്? ഫസ്റ്റ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്രത്തോളം. സെക്കൻഡ്, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഏത് ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജിയാണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജിയാണോ എന്നുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത് അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത് ഒരു ടെക്നോളജിക്കൽ പ്രോബ്ലമാണ്. ഇനി മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അത് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. അപ്പോൾ അത്ര എഴുതിയാൽ അവിടെ മാർക്കായി നമുക്ക്. ഡിഫൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ഗിവ് 2 എക്സാമ്പിൾസ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ഗുഡിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ വൺ അനദർ, ഒന്നിന് പകരം മറ്റേത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ടീയും കോഫിയും. അപ്പോൾ ടീക്ക് വില കൂടുകയാണെങ്കിൽ ആൾക്കാർ ടീക്ക് പകരം എന്ത് ഉപയോഗിക്കാൻ തുടങ്ങും? കോഫി ഉപയോഗിക്കാൻ തുടങ്ങും. കോഫിയുടെ വില കൂടുകയാണെങ്കിൽ കോഫിക്ക് പകരം ആൾക്കാർ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങും? ടീ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്തത്, റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. നമുക്ക് 4 മാർക്കറ്റ് ഫോംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പിന്നെ ആദ്യത്തേതാണ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്തായാലും ആ ചാപ്റ്ററിൽ അതാണ്, ആ ഫീച്ചേഴ്സാണ് പ്രധാനപ്പെട്ടത്. അത് ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. അത് എന്തായാലും പഠിച്ചോളൂ, ചോദ്യം അവിടുന്ന് വരും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്താ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? അവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടാവും. ഒരുപാട് വാങ്ങുന്ന ആളുകളും ഒരുപാട് വിൽക്കുന്ന ആളുകളും. പിന്നെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും. എന്താണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരേ ഉൽപ്പന്നം തന്നെയായിരിക്കും എല്ലാവരും വിൽക്കുന്നുണ്ടാവുക. അതാണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. യൂണിഫോം പ്രൈസ്, ഒരേ വില തന്നെയായിരിക്കും. വിലയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അവിടെ ഫേം പ്രൈസ് ടേക്കറാണ്. അത് വേണമെങ്കിൽ പിന്നെ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതാവാം. ഫേം എന്താണ്? ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. അവിടെ ഒരുപാട് ഫേംസ് ഉണ്ടാവും. അതിൽ ഓരോ ഫേമും പ്രൈസ് ടേക്കറാണ്. അവർക്ക് പ്രൈസ് തീരുമാനിക്കാൻ പറ്റില്ല. മാർക്കറ്റിൽ ഏത് വിലയാണോ നിലനിൽക്കുന്നത് ആ പ്രൈസിൽ എത്ര സപ്ലൈ ചെയ്യണം എന്നുള്ളതേ ഒരു ഫേമിന്, ഉൽപ്പാദകന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസ് ടേക്കറാണ്. പിന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, എല്ലാവർക്കും എത്ര ഉൽപ്പാദകർക്ക് വേണമെങ്കിലും എത്ര സെല്ലേഴ്സിന് വേണമെങ്കിലും മാർക്കറ്റിൽ കടന്നു വരാം, കടന്നു പോവാം. പിന്നെ കുറേ വീണ്ടും നമ്മൾ പിന്നെ റിവിഷൻ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്? ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ഗതാഗത ചെലവൊന്നുമില്ല. പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് സിറ്റുവേഷൻ, മാർക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്താണ്? നോ സെല്ലിംഗ് കോസ്റ്റ് ഈസ് നീഡഡ്, സെല്ലിംഗ് കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ വിൽപ്പന ചെലവിൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. അങ്ങനെ കുറേ ഫീച്ചേഴ്സ്, 5-8 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ആ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെയും മോണോപോളി മാർക്കറ്റിൻ്റെയും അതാണ്, അത് രണ്ടുമാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അത് രണ്ടും ബൈഹാർട്ടായിട്ട് മുഴുവനായിട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്തത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എക്സ് ആൻഡ് ആൻഡ് എക്സ്പോസ്ഡ് കോൺസെപ്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. എന്താണ് എക്സ് ആൻഡ്? ഇത് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറഞ്ഞാൽ 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. എക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് വാല്യൂസ് ഓഫ് വേരിയബിൾസ് ആണ്. അതായത് വേരിയബിൾസിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വാല്യൂസിനെയാണ് എക്സ് ആൻഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്ന എക്സ് ആൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, എത്രത്തോളം ഉപഭോഗത്തിന് ചെലവ് ഉണ്ടാവണം എന്ന് പ്ലാൻ ചെയ്യുന്നത്, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം എന്ന് പ്ലാൻ ചെയ്യുന്നത്. എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്, എത്രയാണ് ടോട്ടൽ ഡിമാൻഡ് ഉണ്ടാവേണ്ടത്, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാവേണ്ടത്, ഇതൊക്കെ പ്ലാൻഡ് വാല്യൂസ് ആണ്. അതേസമയം എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ഓർ റിയലൈസ്ഡ് വാല്യൂസ്, കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞ് യഥാർത്ഥ വിലകളെയാണ് നമ്മൾ എന്ത് എക്സ്പോസ്ഡ് എന്ന് പറയുന്നത്. ആക്ച്വൽ ഓർ റിയലൈസ്ഡ് വാല്യൂസ് ഓഫ് വേരിയബിൾസ്. അതിപ്പം നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും
എക്സാൻ്റെ വാല്യൂസ് അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താണ് ആ വർഷം കഴിഞ്ഞു എന്നിട്ട് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ രാജ്യത്തിലുള്ള നാഷണൽ ഇൻകം എത്രയാണ്, അല്ലെങ്കിൽ GDP എത്രയാണ്, GNP എത്രയാണ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം. അപ്പോൾ എക്സാൻ്റെ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നതാണ്, ആസൂത്രണം ചെയ്യുന്ന വാല്യൂസിനെയാണ് എക്സാൻ്റെ എന്ന് പറയുന്നത്. എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥത്തിലുള്ളതിനെയാണ് എക്സ്പോസ്ഡ് എന്ന് പറയുന്നത്. അടുത്ത പേജ് അതിൻ്റെ പിന്നെ മലയാളം വേർഷനാണ്. ഇനി അടുത്തത് നമ്മൾക്ക് ടു സെക്ടർ ഇക്കോണമി ഒക്കെ കഴിഞ്ഞതല്ലേ. അടുത്ത പേജ് 17th കഴിഞ്ഞു. 18th ക്വസ്റ്റ്യൻ ആണ് അടുത്തത് കംപ്ലീറ്റ് ദ ചാർട്ട് ഗിവൺ ബിലോ. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്, ബഡ്ജറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ്. അത് ഏതൊക്കെയാണ്? 3 തരത്തിലുള്ള ബഡ്ജറ്റ്സ് ആണ് ഉണ്ടാവുക. ഒന്ന് സർപ്ലസ് ബഡ്ജറ്റ്, മിച്ച ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഓർ കമ്മി ബഡ്ജറ്റ്, പിന്നെയുള്ളത് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആണ്. അപ്പോൾ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ്, അതിൽ വരുമാനം ചെലവിനേക്കാൾ കൂടുതലായിരിക്കും. റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ. വരുമാനം കൂടുതലും ചെലവ് കുറവുമായിട്ടുള്ള ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർപ്ലസ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് വരുമാനം കുറവും ചെലവ് കൂടുതലുമായിട്ടുള്ള ബഡ്ജറ്റിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. വരുമാനവും ചെലവും ഈക്വൽ ആവുമ്പം അത്തരത്തിലുള്ള ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഇനി അഥവാ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഇക്കോണമീസിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ടാവുന്നതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരുപാട് എല്ലാ കൺട്രീസും എല്ലാ ഇക്കോണമീസും ഇപ്പം എന്താണ്, വെൽഫെയർ ഇക്കോണമീസ് ആണ്. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒരുപാട് ചെലവുകൾ ഓരോ രാജ്യവും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ടാകാം എന്ന് നമുക്ക് നല്ലതാണ് എന്നുള്ളതല്ല, ഉണ്ടാവുന്നതിൽ വലിയ പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ നമുക്കവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, prepare a brief note on intermediate goods with suitable example. നേരത്തെ ഫൈനൽ ഗുഡ്സ് ചോദിച്ചു, അത് തന്നെ. പിന്നെ അടുത്ത ചോദ്യം ഇന്റർമീഡിയറ്റ്. നമ്മൾ മാക്രോ എക്കണോമിക്സിൽ തുടങ്ങുന്ന സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ആർ കോൾഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. നമ്മുടെ മറ്റു ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കോട്ടൺ യൂസിങ് ടു മേക്ക് ക്ലോത്ത്സ്, റബ്ബർ യൂസിങ് ഫോർ ടയർ, വുഡ് ഫോർ ഫർണിച്ചർ, ഇതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അവിടെ കോട്ടൺ എന്നുള്ളത് ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്, റബ്ബർ എന്നുള്ളത് ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്, വുഡ് എന്നുള്ളത് ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ഇനി ലിസ്റ്റ് ഔട്ട് ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ഓഫ് എ ഫേം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ബൈ ഹാർട്ട് പഠിച്ചോളൂ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ POR, പ്രൈസും MRും ARും ഒക്കെ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലുള്ള ഫേമിന് ഒന്ന് തന്നെയാണ്. ഓക്കെ, POR ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. പ്രൈസ് അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ എന്തിനു തുല്യമായിരിക്കണം? മാർജിനൽ കോസ്റ്റിന് തുല്യമായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ MC കർവ് ഷുഡ് കട്ട് MR ഫ്രം ബിലോ. MC കർവ് വന്നിട്ട് MRനെ താഴെ നിന്ന് വന്ന് ഖണ്ഡിക്കണം. ആ ചിത്രം ഇപ്പം തന്നെ നോക്കി വരച്ചോളുക. ആ ചിത്രം ഒന്ന് നോക്കി വയ്ക്കുക നിങ്ങൾ എന്തായാലും. MC കർവ് ഷുഡ് കട്ട് MR ഫ്രം ബിലോ. മൂന്നാമത്തെ കണ്ടീഷൻ, ഷോർട്ട് റണ്ണിൽ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC. AVC എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. വിഭേദക ചെലവ്, ശരാശരി വിഭേദക ചെലവിനേക്കാൾ കൂടുതലായിരിക്കണം ഷോർട്ട് റണ്ണിൽ പ്രൈസ്. ലോങ് റണ്ണിലാണെങ്കിൽ പ്രൈസ് എന്നുള്ളത് ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാൾ തുല്യമായി, ലോങ് റൺ ആവറേജ് കോസ്റ്റിനോട് തുല്യമോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം. LRACനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻ ബൈ ഹാർട്ട് അങ്ങോട്ട് പഠിച്ചോളൂ. എന്തായാലും വരുന്ന ഉറപ്പുള്ള ചോദ്യമാണത്.
ഇനി ലിസ്റ്റ് 3 ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ഒലിഗോപോളി ഫേം മേ ബിഹേവ്. ഒരു ഒലിഗോപോളി, ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പെടുന്നതല്ല. ഒലിഗോപോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂ ഫേംസ്, കുറച്ച് ഫേംസ് മാത്രമേ ഉള്ളൂ, അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് ഒലിഗോപോളി എന്ന് പറയുന്നത്. ഒലിഗോ എന്ന് പറഞ്ഞാൽ ഫ്യൂ എന്നാണ് അർത്ഥം. അപ്പോൾ ഫ്യൂ ഫേംസ് ഉള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനെയാണ് ഒലിഗോപോളി എന്ന് പറയുന്നത്. ആ ഒലിഗോപോളി ദ ആക്ട് എസ് എ കാർട്ടൽ ഓർ ദാറ്റ് ഈസ് ദേ കൊല്യൂഡ് വിത്ത് ഈച്ച് അതർ ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അതൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ചു കൂടും. ഇപ്പോൾ 3-4 ഫേംസ് അല്ലെങ്കിൽ 2-3 ഫേംസ് ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ച് കൂടിയിട്ട് അതിലൊരാളെ ലീഡറാക്കിയിട്ട് അവർ കാര്യങ്ങൾ തീരുമാനിക്കും. എന്നിട്ട് അവരൊരു മോണോപോളി പോലെ പ്രവർത്തിക്കും. ഒന്നിച്ചുകൂടി എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി ഒരു മോണോപോളി പോലെ പ്രവർത്തിക്കും. എന്നിട്ട് അങ്ങനെ അവർക്ക് അവരുടെ എന്തും മാക്സിമൈസ് ചെയ്യാം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് എണ്ണേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദേ കമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. അവർ തമ്മിൽ ഈ 3-4 ഫേംസ് ഉള്ളത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. അതിൻ്റെ ഫലമായിട്ട് പ്രൈസ് വാറൊക്കെ ഉണ്ടാവും. 2 ഫേംസും തമ്മിൽ ഭയങ്കര മത്സരം. അങ്ങനെ ഓരോ ഫേമും പ്രൈസ് ഇങ്ങനെ കുറച്ച് കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടക്കും. ആസ് എ റിസൾട്ട് പ്രൈസസ് ഫോൾ. അതിൻ്റെ ഫലമായിട്ട് പ്രൈസ് എന്തായി മാറും? പ്രൈസ് കുറഞ്ഞ് ടിൽ ഇറ്റ് റീച്ചസ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എത്തുന്നത് വരെ കുറഞ്ഞ് വരും. അത് ഏതുപോലെയാണ് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് കണ്ടീഷനിലുള്ള പോലെ വരാൻ അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഒലിഗോപോളിസ്റ്റിക് ഇക്വിലിബ്രിയം. ഈ ഒലിഗോപോളി ഫേംസിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ പിന്നെ മോണോപോളി പോലെ, ആദ്യം പറഞ്ഞത്തെ കാർട്ടൽ മോണോപോളി പോലെയോ അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് പോലെയോ ആയിരിക്കില്ല ആക്ച്വാലിറ്റി ഇൻ റിയൽ ലൈഫ്. അത് ഇതിൻ്റെ രണ്ടിൻ്റെ എവിടെയെങ്കിലും മിഡ് പോയിന്റിലായിരിക്കും ഉണ്ടാകുക. ഈ 2 എക്സ്ട്രീംസിൻ്റെയും നടുവിലായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യം. റൈറ്റ് എനി 3 ഇമ്പാക്ട്സ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. ഈ ഗ്രേറ്റ് ഡിപ്രഷനും നോക്കിക്കോ, നിങ്ങൾ എന്തായാലും വരും എന്നുള്ളത് ഉറപ്പാണ്. 1929 ഇയർ ഓർക്കുക. അതിൻ്റെ ഏറ്റവും 3 ഇമ്പാക്ട്സ് ആണ് ഞാൻ പറയുന്നത്. മെനി ബാങ്ക്സ് വേർ ബാങ്ക്രപ്റ്റ്. ബാങ്കുകളൊക്കെ പൊളിഞ്ഞു പോയി. ക്രെഡിറ്റ് ക്രൈസിസ്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? രാജ്യത്ത് US ഇത് തുടങ്ങിയത്, അമേരിക്കയിൽ അവിടെ ക്രെഡിറ്റ് ക്രൈസിസ് ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? എക്കണോമിക് കോൺട്രാക്ഷൻ, സാമ്പത്തികമായിട്ട് ചുരുങ്ങിപ്പോവുക. സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ, എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. രണ്ടാമത്തത് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് റോസ് ഫ്രം 3% ഇൻ 1929 ടു 25% ഇൻ 1933. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ US, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് 1929 3% ഉണ്ടായിരുന്നത് 33 ആകുമ്പോഴത്തേക്കും 25%. അതായത് 100-ൽ 25 ആളുകൾക്ക് ജോലിയില്ലാത്തൊരവസ്ഥയിലേക്ക് കുതിച്ചുയർന്നു. ദ US ഇക്കോണമി കോൺട്രാക്റ്റഡ് ബൈ 33%. US ഇക്കോണമിയിൽ ആ സമ്പദ് വ്യവസ്ഥ ആകെ ചുരുങ്ങിപ്പോവുക. എത്ര ശതമാനം കണ്ട് ചുരുങ്ങിപ്പോകുന്നു? പോയി 33% കണ്ട് ചുരുങ്ങിപ്പോയി ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഇത് 3ഉം ആ പോയിൻ്റായിട്ട് എഴുതുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ അത് ഇട്ടതാണ്, 10 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. ചിത്രം എക്സ് ആക്സിസിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ് അടയാളപ്പെടുത്തേണ്ടത്. വൈ ആക്സിസിൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതിൽ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു കേവ് തുടങ്ങിയിട്ട് താഴേക്ക് ചെരിഞ്ഞിട്ട് പിന്നെ അത് എക്സ് ആക്സിസിനെ പാരലായിട്ട് വരയ്ക്കുക. ആ എക്സ് ആക്സിസിനെ പാരലായിട്ട് വരയ്ക്കണോടത്തിൽ നമ്മൾ എന്ത് എഴുതുക? ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് എഴുതുക. എന്നിട്ട് അവിടുന്ന് ഒരു ഡോട്ടഡ് ലൈൻ വൈ ആക്സിസിലേക്ക് വരയ്ക്കുക. അതാണ് ആർമിൻ എന്ന് പറയുന്നത്. അതായത് പലിശ നിരക്കിൻ്റെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. എവിടുന്നാണോ കേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ R-max എന്ന് എഴുതണം. അപ്പോൾ ഈ ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ അവിടെ MSD, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്നും എഴുതണം. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ് MSD ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ, വെൻ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റീച്ചസ് ദ ലോവസ്റ്റ് ലെവൽ എവ്രി വൺ എക്സ്പെക്ട്സ് ഇറ്റ് ടു റൈസ് ഇൻ ഫ്യൂച്ചർ ആൻഡ് ഹോൾഡ് ദെയർ മണി. സോ MSD ബിക്കംസ് ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക്. ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള പലിശ നിരക്ക് കുറഞ്ഞ് അതിൻ്റെ ഏറ്റവും മിനിമം ലെവലിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ എത്തി എന്ന് ജനങ്ങൾക്ക് തോന്നുമ്പോൾ അവരുടെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകില്ല. കാരണം അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഭാവിയിൽ പിന്നെ ഇൻക്രീസ് ചെയ്യും, ഉയരും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ബോണ്ട് പ്രൈസ് എന്താവും? ബോണ്ടിൻ്റെ
ഷെയറിൻ്റെ ഒക്കെ വില കുറയും. അപ്പോൾ ഇപ്പോൾ അവർ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് ഭാവിയിൽ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവർ ആ പൈസ ഷെയറിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് കയ്യിൽ തന്നെ വെക്കും. ഇത്തരം ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സെൻറ്റൻസ് എങ്കിലും ഇതുപോലെ എഴുതാൻ വേണ്ടി പഠിക്കുക. ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തത്, ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം വിച്ച് ഷോസ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 sector മോഡൽ. ഇതെന്തായാലും ഈ പറഞ്ഞ പോലെ എന്തായാലും വരുന്ന ചോദ്യമാണ്. ഇതും പഠിച്ചേക്കാം. ഒരു സൈഡിൽ ഹൗസ് ഹോൾഡ്സും ഒരു സൈഡിൽ ഫേംസും. ഇത് ആരോ മാർക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷെ ആ ആരോ മാർക്ക് കൃത്യമായിട്ട് അതെന്താണെന്ന് അടയാളപ്പെടുത്തുന്നത് കൃത്യമായിരിക്കണം. ഇവിടെ ഹൗസ് ഹോൾഡ്സിൽ നിന്ന് മുകളിൽ ഏറ്റവും മുകളിലത്തെ നോക്കുക. ഹൗസ് ഹോൾഡ്സിൽ നിന്ന് ഒരു ആരോ മാർക്ക് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഫേംസിലേക്ക് പോകുന്നുണ്ട്. അതെന്താണ് ഹൗസ് ഹോൾഡ്സിൽ നിന്ന് പോകുന്നത്? ഹൗസ് ഹോൾഡ്സിൽ കിട്ടിയ പൈസയൊക്കെ അവരെന്തായിട്ട് പോവുകയാണ്, കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ട് ഫേംസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനവർ എ എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ട് ഫേംസിലേക്ക് പോകുന്ന എ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഏത് മെത്തേഡ് പ്രകാരം നമുക്ക് GDP കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ താഴെയുള്ളത് ഫേംസിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡ്സിലേക്ക് പോകുന്നുണ്ട്. അത് അവർ തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നെ താഴത്തെ ഭാഗത്ത് പിന്നെ ഫേംസിൽ നിന്നും ഫാക്ടർ ഇൻകം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഹൗസ് ഹോൾഡ്സിലേക്ക് പോകുന്നു. സി എന്ന് ഫാക്ടർ ഇൻകം ഏതൊക്കെയാണ്? ലാൻഡിന് റെൻറ്റ്, പിന്നെ ലേബറിന് വേജസ്, എൻ്റർപ്രനറിന് പ്രോഫിറ്റ്, പിന്നെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്. അപ്പം ഈ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതൊക്കെ ഫേംസിൽ നിന്നും എവിടേക്ക് പോകുന്നുണ്ട്? ഹൗസ് ഹോൾഡ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹൗസ് ഹോൾഡ്സിൽ നിന്ന് ഇനി എന്താണ് ഇങ്ങോട്ടേക്ക് പോകാനുള്ളത്? ഹൗസ് ഹോൾഡ്സിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അതൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഫേംസ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ വരച്ച് പഠിക്കുക. വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹൗസ് ഹോൾഡ്സിൽ നിന്ന് എന്തൊക്കെയാണ് ഫേംസിലേക്ക് പോകുന്നത്, ഫേംസിൽ നിന്ന് എന്തൊക്കെയാണ് ഹൗസ് ഹോൾഡ്സിലേക്ക് പോകുന്നത്, അതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. അത് വെച്ചിട്ട് വേണം ആരോ മാർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഹൗസ് ഹോൾഡ്സിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എങ്ങോട്ടേക്ക് പോകുന്നു? അത് ഫേംസിലേക്ക് പോകുന്നു. അതൊരു റിയൽ ഫ്ലോ ആണ്. ഇങ്ങനെ അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ആലോചിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഈ പിന്നെ ഫേംസിലെത്തുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അവർ അവിടെ വെച്ചിട്ട് ഉൽപാദനം നടത്തി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഉൽപ്പന്നങ്ങളായ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫേംസിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുന്നു? ഹൗസ് ഹോൾഡ്സിലേക്ക് പോകുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂസ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് GDP കണ്ടുപിടിക്കാൻ പറ്റും. ആ മെത്തേഡിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ്, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയോ ആലോചിക്കുക. അതും എന്ത് തന്നെയാണ്? അതും ഒരു റിയൽ ഫ്ലോ ആണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് റിയൽ ഫ്ലോ ആണ്. ഇനി മൂന്നാമത്തതായിട്ട് നമ്മൾ പറയേണ്ടത് മണി ഫ്ലോനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. അപ്പം മണി ഫ്ലോ മൂന്നാമത്തായിട്ട് നമുക്ക് പറയാം. ഈ ഹൗസ് ഹോൾഡ്സിൽ നിന്നും ഫേംസിലേക്ക് പോകുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വരുമാനമായിട്ട് ഫേംസ് ഹൗസ് ഹോൾഡിലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഫാക്ടർ ഇൻകം ആയിട്ടുള്ള റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്നിവ ഹൗസ് ഹോൾഡിലേക്ക് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ മണി ഫ്ലോ എന്ന് പറയുന്നു. മണിയാണ് പോകുന്നത്. ഈ മണി എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ GDP കണക്കാക്കുന്നതിനെ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നു. അത് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയേണ്ടത്, ഹൗസ് ഹോൾഡ്സ് അവർക്ക് കിട്ടുന്ന വരുമാനം, ഇപ്പം പറഞ്ഞ വരുമാനം, റെൻറ്റ്, ഇൻട്രസ്റ്റ്, വേജസ്, പ്രോഫിറ്റ് ഇതെല്ലാം കൊണ്ടുപോയിട്ട് അത് അവർ ഹൗസ് ഹോൾഡ്സ് കൊണ്ടുപോയിട്ട് സാധനം വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ഈ പണം മുഴുവൻ തിരിച്ചെവിടേക്ക് എത്തുന്നു? ഫേംസിലേക്ക് എത്തുന്നു. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഇതും ഒരു മണി ഫ്ലോ ആണ്. ഇവിടെ വെച്ച് GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിനെ നമ്മൾ എന്ത് മെത്തേഡ് എന്നാണ് പറയുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പം തന്നെ പഠിച്ചോളൂ. ടെക്സ്റ്റ് ബുക്ക് ഇത് ഉറപ്പായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഡസ് A and D ഇൻഡിക്കേറ്റ്? നമ്മൾ പറഞ്ഞു A എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ, A എന്നുള്ള
എന്നുള്ളത് ഒരു മണി ഫ്ലോ ആണ്. അവിടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം GDP കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡി എന്നുള്ളത് എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതൊരു റിയൽ ഫ്ലോ ആണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഒക്കെ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇനി ഐഡന്റിഫൈ ദ മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ കറസ്പോണ്ടിങ് ടു ബി ആൻഡ് സി. അപ്പോൾ ബിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അത് പ്രൊഡക്റ്റ് മെത്തേഡാണ്. സി എന്നുള്ളത് ഇൻകം മെത്തേഡാണ്. അത്രയേ ഉള്ളൂ അതിൽ. അപ്പോൾ ആ ഭാഗം നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ 18 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എടുക്കേണ്ടത് 25 ഇതല്ലേ 25th ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇത് ഏതാ ചാപ്റ്റർ എന്നറിയാം? മാക്രോ എക്കണോമിക്സിലുള്ള 4ാമത്തെ ചാപ്റ്ററാണ്. മണി ആൻഡ് ബാങ്കിങ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇത്രയും ആലോചിച്ചാൽ മതി. കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താവും? അത് ഇൻക്രീസ് ചെയ്യും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ AD കർവ് എന്ത് ചെയ്യും? പാരലലി ഷിഫ്റ്റ് അപ്വേർഡ്സ്. AD കർവ് പിന്നെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ AD കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം ഇൻകവും, ഒരു രാജ്യത്തിൻ്റെ ഇക്വിലിബ്രിയം ഇൻകവും വർദ്ധിക്കും. ഇതത്ര ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ എഴുതിയത് അത്ര ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കുക. നമ്മൾ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിപ്പിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. കൺസംഷനും, അപ്പം ഒന്നാമത്തെ പോയിന്റ്, കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിക്കുന്ന സമയത്ത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ AD കർവ് മുകളിലേക്ക് പാരലലായിട്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് AD കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇക്വിലിബ്രിയം ഇൻകവും വർദ്ധിക്കും. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം ഈ സിയിലും ഐയിലും ഉണ്ടായിരുന്ന വർധനവിനേക്കാൾ വലിയൊരു വർധനവ് എന്തിലുണ്ടാവും? ഇക്വിലിബ്രിയം ഇൻകത്തിൽ ഉണ്ടാകും. അത്രയാണ് അവിടെ നമ്മൾ പറയേണ്ടത്. നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ളതല്ല, പക്ഷെ നമ്മളത് ഒന്ന് പഠിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അത് വേണ്ടവരത് പഠിക്കാം. അടുത്തത് വാട്ട് ഈസ് ഇൻഡിഫറൻറ്റ് കർവ്? റൈറ്റ് 3 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് വിച്ച് ഗീവ് ദ കൺസ്യൂമർ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു കൺസ്യൂമറിന് ഒരേ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന 2 വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷനുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന കേർവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കേർവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കേർവ്സ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഇൻഡിഫറൻറ്റ് കേർവ്സ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ, ICs never intersect each other, higher IC give more satisfaction. ഈ 4 പോയിന്റ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇൻഡിഫറൻസ് കേർവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫീച്ചേഴ്സ്: ഒന്ന്, ഇൻഡിഫറൻസ് കേർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, താഴേക്ക് ചെരിഞ്ഞതാണ്. പിന്നെ ICs ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ, ഒറിജിനിലേക്ക് കോൺവെക്സ് ആയിട്ടുള്ള ഷേപ്പിലുള്ളതാണ്. പിന്നെ ICs നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, ICകൾ തമ്മിൽ കൂട്ടിമുട്ടില്ല. പിന്നെ ഹയർ IC, അതായത് ഏറ്റവും മുകളിലുള്ള ICയിൽ ഇൻഡിഫറൻസ് കേർവിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അടുത്തത് 27th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഒരു DDയും SS ഒക്കെ തന്നിട്ടുണ്ട്. അവിടെ P സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം പ്രൈസ്. Q സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അതിൻ്റെ താഴെ ഒരു P1 വരച്ചിട്ടുണ്ട്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് പഠിച്ച കാര്യമാണ്. അതായത് മാർക്കറ്റിലുള്ള വിലയേക്കാൾ താഴ്ന്ന വില ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് പ്രൈസ് സീലിംഗ്. അപ്പോൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസ് സീലിംഗ്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മാർക്കറ്റിലുള്ള ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ വില കുറഞ്ഞ് തീരുമാനിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡ് കൂടുതലാവുകയും സപ്ലൈ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ Q1 എന്നുള്ള ഭാഗം എക്സസ് ഡിമാൻഡായിട്ട് നമ്മുടെ മാർക്കറ്റിൽ
മാർക്കറ്റിൽ ഡിസിക്വിലിബ്രിയം ഉണ്ടാവുകയും Q1 എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും ഭാഗം എക്സസ് ഡിമാൻഡായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി PDS വഴി സാധനങ്ങൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയാണ് പ്രൈസ് സീലിങ്ങിനെ പറ്റി പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ഗ്രാഫ് തന്നിരിക്കുന്നത്. അവിടെ P സ്റ്റാർ താഴെയാണ് Q സ്റ്റാർ. P സ്റ്റാറിൻ്റെ മുകളിൽ P1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് പ്രൈസ് ഫ്ലോർ, ഒരു ഫ്ലോർ പ്രൈസ് അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൈസ്, അതും അല്ലെങ്കിൽ താങ്ങുവില. ഇത് പിന്നെ ഗവൺമെൻറ് ഉൽപ്പാദകരെ, അതായത് പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലുള്ള ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ ഉയർന്ന വില ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അപ്പം എന്താ ഉണ്ടാവുക? സപ്ലൈ പ്രൊഡ്യൂസേഴ്സിന് അത് സന്തോഷമാവുകയും പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റിലേക്ക് കൂടുതൽ സാധനം കൊണ്ടുവരും. പക്ഷേ കൺസ്യൂമേഴ്സ് വാങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്യും. അപ്പം സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവും. അതിനെയാണ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ Q1 എന്നുള്ള അത്രയും ഭാഗം എന്താണ്? എക്സസ് സപ്ലൈ ആണ്. അത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് വാങ്ങി പിന്നെ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗണുകളിൽ അത് സ്റ്റോർ ചെയ്യുകയും വില പിന്നെ ഉയരുന്ന സമയത്ത് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാനും അതെന്താണെന്ന് പറയാനുമാണ് ചോദ്യമുള്ളത്. അപ്പോൾ ആ ചോദ്യം നമ്മുടെ കഴിഞ്ഞു. അടുത്തത് റൈറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദം. അപ്പം നമ്മൾ 3 ഒബ്ജക്റ്റീവാണ് ഉള്ളത്. അത് ഒന്ന് അലൊക്കേഷൻ ഫംഗ്ഷനാണ്, ഒന്ന് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനാണ്, ഒന്ന് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ഒബ്ജക്റ്റീവ്സ്. അതിൽ 2 എഴുതാനാണ് പറഞ്ഞത്. 3 ഞാൻ പറഞ്ഞു. അലൊക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിക് ഗുഡ്സ് ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതിനെയാണ് അലൊക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് ഹൈലി റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ബഡ്ജറ്റ് അലൊക്കേഷനിലൂടെ കൂടുതൽ പണം ടാക്സ് ഒക്കെ ആയിട്ട് ഈടാക്കുകയും ആ ടാക്സ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർക്ക് ഓരോ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. അതിനെയാണ് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനാണ്. എന്താണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ? എല്ലാ സമ്പദ് വ്യവസ്ഥയിലും അപ്സ് ആൻഡ് ഡൗൺസ്, ഒരു ഇൻഫ്ലേഷണറി ട്രെൻഡ് അല്ലെങ്കിൽ ബൂം, ഇൻഫ്ലേഷൻ, അതാണ് അപ്പ് എന്ന് പറയുന്നത്, മുകളിലേക്കുള്ള പോക്ക്. ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റിസഷൻ, ഡിപ്രഷൻ, ഇതൊക്കെ താഴത്തേക്കുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ചുരുങ്ങി പോകുന്ന അവസ്ഥ. ഇത് രണ്ടും എല്ലാ ഇക്കോണമിയിലും ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും ബഡ്ജറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഇത് 3 ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്. ശ്രദ്ധിച്ചോളൂ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് എ സമ്മറി റെക്കോർഡ് ഓഫ് എ കൺട്രീസ് മണി ട്രാൻസാക്ഷൻ വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻ എ ഇയർ. അതായത് എല്ലാ തരത്തിലും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മറ്റു രാജ്യങ്ങളുമായുള്ള എല്ലാ തരത്തിലുള്ള മണി ട്രാൻസാക്ഷൻ്റെയും ഒരു റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. എല്ലാ തരത്തിലുള്ള പണം അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഇറ്റ് ഈസ് എ സമ്മറി റെക്കോർഡ് ഓഫ് എ കൺട്രീസ് മണി ട്രാൻസാക്ഷൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ. അതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് നോക്കാം. BOT അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് വിസിബിൾ ഇമ്പോർട്ട്സ് ആൻഡ് വിസിബിൾ എക്സ്പോർട്ട്സ് ഓഫ് എ കൺട്രി ഇൻ എ ഇയർ. ഒരു രാജ്യത്തിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കളുടെ, അതായത് കുറേ സാധനങ്ങൾ നമ്മൾ പോർട്ടിലൂടെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, കുറേ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന് ഇങ്ങോട്ട് പൈസ കിട്ടും, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വിളിക്കുന്നത്. വാല്യൂ ഓഫ് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് വിസിബിൾ എക്സ്പോർട്ട്സ്, വാല്യൂ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വിസിബിൾ ഇമ്പോർട്ട്സ് ആൻഡ് വിസിബിൾ എക്സ്പോർട്ട്സ്, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് BOPയും പഠിച്ചു വെച്ചോളാം. അത് എന്തായാലും 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇനി റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ആ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് സപ്ലൈയിൽ എത്തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്, അതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. ES <1 ഉണ്ട്, ഒന്നിനേക്കാൾ കുറവ്. അതായത് പ്രൈസിൽ വലിയ വ്യത്യാസം ഉണ്ടായാലും പ്രൊഡ്യൂസേഴ്സ് അവരുടെ സപ്ലൈയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തില്ല. അതിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ <1 എന്ന് പറയുന്നത്. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ <1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനേക്കാൾ വലിയ, ആ പ്രൈസിലുണ്ടായ വ്യതിയാനത്തെക്കാൾ വലിയ വ്യത്യാസങ്ങൾ എന്തിലുണ്ടാക്കുന്നു? പ്രൊഡ്യൂസേഴ്സ് സപ്ലൈയിൽ വരുത്തുന്നു. അതാണ് ES <1 എന്ന് പറയുന്നത്. ഇനി ES = 1 എന്ന് പറഞ്ഞാൽ പ്രൈസിലുണ്ടാകുന്ന വ്യതിയാനത്തിന് ആനുപാതികമായി തന്നെ സപ്ലൈയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അടുത്തത് വാട്ട് ഈസ് മോണോപ്പൊളി? റൈറ്റ് ഇനി 3 ഫീച്ചേഴ്സ് ഓഫ് മോണോപ്പൊളി മാർക്കറ്റ്. ഞാൻ നേരത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു മോണോപ്പൊളി എന്തായാലും ചോദിക്കുന്നു. എന്താണ് മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ? എ മാർക്കറ്റ് സിറ്റുവേഷൻ വേർ എ സിംഗിൾ സെല്ലർ കൺട്രോൾസ് ദ എൻറ്റയർ സപ്ലൈ ഓഫ് എ പ്രോഡക്റ്റ് വിച്ച് ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഒരൊറ്റ സെല്ലറേ ഉണ്ടാവുള്ളൂ. ആ സെല്ലറാണ് ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാ സപ്ലൈയും കൺട്രോൾ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റിനാണെങ്കിൽ മറ്റ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ തന്നെ നമ്മൾ 3 ഫീച്ചേഴ്സ് പറഞ്ഞ എന്താണ്? സിംഗിൾ സെല്ലറാണ്, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, നോ ഫ്രീഡം ഓഫ് എൻട്രി, ആരെയും ഈ മോണോപ്പൊളിസ്റ്റ് ആരെയും ഇങ്ങോട്ടേക്ക് കടത്താൻ സമ്മതിക്കില്ല. പിന്നെ പ്രൈസ് എന്തായിരിക്കും? പ്രൈസ് ഹൈ ആയിരിക്കും, പ്രോഫിറ്റ് കൂടുതലായിരിക്കും, ഹൈ പ്രോഫിറ്റ് ആയിരിക്കും. ഇതൊക്കെ മോണോപ്പൊളിയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂറായി, ഇത് മതി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര മാർക്ക് കവർ ചെയ്തു നമ്മൾ നോക്കുകയാണെങ്കിൽ 30 മാർക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ.